ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും യെല്ലോ ബേബിയുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട പാർട്ടെല്ലാം ബ്ലാക്ക് കാറ്റ് എന്ന് പറഞ്ഞൊരു തീമാണ് ഗൈസ്. ഓക്കെ, അത് ബ്ലാക്ക് കാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നിന്നാണ് ഗൈസ് ഞാൻ അത് രണ്ടാമത് വരുന്ന ഓപ്ഷനായിരുന്നു. ഇപ്പോൾ ഇത് ഫസ്റ്റാമത്തെ ഓപ്ഷൻ, ഇത് ബിഗിനിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത്. ഓക്കെ, ബേബിക്ക് പാൽ കൊടുത്തപ്പോൾ ബേബി അവിടെ ഫുള്ള് നാറ്റിച്ച് ഗൈസ്. ഓക്കെ, നമുക്ക് ബേബിക്ക് പുതിയ ജഡ്ഡി ഇട്ട് കൊടുക്കാം. ബേബിനെ കാണാൻ ഗൈസ്. ബേബി എവിടെ ഗൈസ്? ഇതെന്താണ്, പൂച്ചയാ ഗൈസ്? അതെന്തോ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതേ പോയിരിക്കണം ഗൈസ് ബേബി. ഗൈസ് പുള്ളിക്കാരൻ നമ്മൾ ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. നമുക്ക് പുള്ളിക്കാരത്തിനെ ബെഡിൽ കൊണ്ട് കിടത്തണം ഗൈസ്. ഓക്കെ, അങ്ങനെയാണ് ഇവന്മാർ പറഞ്ഞേക്കുന്നത്. ബേബീനെ ബെഡിൽ കൊണ്ട് കിടത്തണം ഗൈസ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗൈസ്. ഓക്കെ, ബേബീനെ നോക്കാൻ വന്നേക്കണ ഒരു ആളാണ് നമ്മൾ. കാരണം ബേബിയുടെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല. നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് ഗൈസ് പോയേക്കുന്നത്. നമ്മളോട് സ്റ്റോറി വായിച്ച് ഉറക്കാനാണ് പറഞ്ഞേക്കുന്നത്. ബേബീനെ നമുക്ക് സ്റ്റോറി പറഞ്ഞ് ഉറക്കണം ഗൈസ്. അതാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, നമ്മളെന്തായാലും കഥ വായിക്കുവാണ് ഗൈസ്. ഓക്കെ, കഥ വായിക്കുന്നുണ്ട്. ബേബി ഉറങ്ങിയോന്ന് നമുക്കറിയില്ല. ബേബി ഉറങ്ങിയോ? ഓക്കെ, ബേബി ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, വിളിക്കാൻ അവിടെ കിടന്ന് കൂർക്കം വലിച്ച് വന്ന് ഉറങ്ങുന്നുണ്ട്. നമുക്ക് വാതിലടിച്ചിട്ട് താഴെ പോയി നമ്മളോട് ടി വി കാണാനാണ് പറഞ്ഞേക്കുന്നത്. ടി വിയിൽ എന്താ ന്യൂസാണ് ഗൈസ്. നമുക്ക് ടി വിയിൽ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ കാണാം ഗൈസ്. ഓക്കെ, ഇതിനകത്തൊന്നും കാണാനില്ല. ഇതിനകത്ത് ഓറഞ്ച് മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മളെ പറ്റിച്ചാ എടാ ഗൈസ്. ഒരു ടി വി കാണാനിരിക്കുമ്പോഴാണ് ബേബിയുടെ കരച്ചിൽ. ഇവനെ കൊണ്ട് ഭയങ്കര ശല്യമാണല്ലോ ഗൈസ്. ഒരു മനസ്സമാധാനം തരില്ല നമുക്ക്. കച്ച ഇട്ട് ഇറങ്ങിയേക്കാൻ തോന്നുന്നു. ഇവനൊക്കെ എന്നാ ചെയ്യണ്ടേ? അത് ശരി ഗൈസ്, ബേബി എവിടെ? ഇവനെന്താണ് ഗൈസ്, മജീഷനാ? അതേ ഇരിക്കുന്നു. മോങ്ങണ്ട, ഞാൻ വന്ന്. ഊഫ്, വീണ്ടും ഇനി ബെഡിൽ കൊണ്ട് കിടത്തണം എന്നാണ് പറയുന്നത്. എനിക്കിതല്ല പണി ഇപ്പോഴും. ഓക്കെ, അവിടെ കിടക്ക്. നമ്മളോട് ഇനി എന്തെങ്കിലും പറയുന്നുണ്ടോ ഗൈസ്? എന്തൊക്കെയോ എടുത്തു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് ഗൈസ്. പൊട്ടുക കറക്റ്റ് കോട്ട ഗൈസ്. ഇതിനകത്ത് ഏതോ പാവക്കുട്ടീനാന്ന് തോന്നുന്നു. ഇതാണോ ഗൈസ്? അതല്ല ഗൈസ്. പിന്നെ നിനക്ക് ഏതാ വേണ്ടേ? ഈ പൂച്ചക്കുട്ടിയാണോ? ഈ പാവയാണ് നിനക്ക് വേണ്ടേ ഗൈസ്? അതായിരുന്നു ഗൈസ് അവന് വേണ്ടത്. ഒന്ന് വാ തുറന്ന് പറഞ്ഞൂടെ? ഓക്കെ, നമുക്ക് എന്തായാലും സോഫയിൽ പോയിരുന്ന് വീണ്ടും ടി വി കാണാം ഗൈസ്. ഓക്കെ, നമുക്ക് പോയിരുന്ന് ടി വി കാണണം. ഓക്കെ, ഇനി ചെറുക്കൻ വിളിച്ച് കഴിഞ്ഞാൽ അവൻ്റെ വയൽ ഞാൻ വല്ലതും കുത്തി കയറ്റി വയ്ക്കും ഗൈസ്. കാരണം ഭയങ്കര ശല്യമാണ്. ഓക്കെ, നമ്മളെന്തായാലും ടി വി കണ്ടു. ഓക്കെ ഗൈസ്. ഓക്കെ, നൈറ്റ് 2. ഓക്കെ, രണ്ടാമത്തെ രാത്രിയാണ് ഗൈസ്. ഈ രണ്ടാമത്തെ രാത്രിയിൽ എന്ത് സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഒരു ചെയ്ത്താൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ കഴിയുന്നത്. എനിക്കൊന്നുമേ അറിയില്ല ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ എടാ ഗൈസ്, ബോട്ടിലെവിടെ? എടാ പാൽക്കുപ്പി എവിടെടാ ഗൈസ്? പാൽക്കുപ്പി കാണാനില്ല. ഇതെല്ലാം ചെറുക്കൻ്റെ പരിപാടിയാണ്. മജീഷ്യനാണെന്നാണ് അവൻ്റെ വിചാരം. പക്ഷെ എൻ്റെ അടുത്ത് നടുക്കില്ല മോനെ. എത്രയും വേഗം ഒന്ന് ഇവിടെ നിന്ന് എനിക്ക് പോയാൽ മതി എന്നായി ഗൈസ്. വെറുതെ ഇരിക്കുന്നു ഗൈസ്. പുള്ളിക്കാരൻ ദേഷ്യത്തോടെയാണ് ഇരിക്കുന്നത്. ചെറുക്കൻ്റെ മുഖം കണ്ടോ? അതെ, ഒരു പാൽക്കുപ്പി ഇടിക്കുമ്പോഴത്തേനും ഇവൻ ജഡ്ഡി ഫുള്ളും വൃത്തികേടാക്കുകയാണ് ഗൈസ്. ഇവൻ നമ്മളെ കഷ്ടപ്പെടുത്തുകയാണ്. ഓക്കെ, എടാ ജഡ്ഡിക്ക് കണ്ണ് വെച്ചാ? അത് ശരി. ഇനി ഇതിൻ്റെ പുറകെ നടക്കണം നമ്മൾ. എടാ ജഡ്ഡീനെ പിടിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ക്യാച്ച് ഇതാ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. തേങ്ങാക്കൊല ഗൈസ്. ആ ജഡ്ഡി നമ്മളെ പോയേ മേളിലേക്ക് പോണു. എന്തൊക്കെ ഗതികേടാണ് ഗൈസ്. കുട്ടീനെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം ജഡ്ഡിയും കൂടി പിടിക്കേണ്ട അവസ്ഥയാണ് എനിക്ക്. ഒക്കെ ദേ പോണ്. ഒക്കെ എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എടാ കള്ള പന്നി നിൽക്ക്. നിനക്ക് അങ്ങനെ തന്നെ വേണം. വലിയ കാര്യം ഉണ്ടായിരുന്നാ ഇവിടെ അവിടെ? ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ജഡ്ഡിക്ക് വരെ കണ്ണ് വെച്ചു. നീ ദേഷ്യത്തോടെ നോക്കൊന്നും വേണ്ട എന്നെ. നിന്നെ ഇവിടെ ഒന്ന് പോയിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഈ ശരി ഗൈസ്, ബേബി കുറച്ച് സീനായി തുടങ്ങുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. പുള്ളിയുടെ കണ്ണൊക്കെ മാറി ഗൈസ്. ഇപ്പം കണ്ണ് ജസ്റ്റ് ഒന്ന് മാറിയായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് ഇടണം പുള്ളിനെ. അവിടെ കിടക്ക്. വീണ്ടും സ്റ്റോറി വായിക്കണം ഗൈസ്. ഇത് വേറെ സ്റ്റോറി ബുക്കാണ്. ഇതെന്താ മൊയലിൻ്റെ സ്റ്റോറി ബുക്കാ ഗൈസ്? നമുക്കിതെന്തായാലും വായിച്ചു കൊടുക്കാം. നിനക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടാ. നിനക്ക് കഥ ഇഷ്ടപ്പെട്ടില്ലേ? അത് ശരി. ഓക്കെ ഗൈസ്, നമ്മളോട് ഇവിടുന്ന് മിക്കവാറും ഈ ഗോട്ടാണോ?
ഗോട്ടല്ല അല്ലേ ഗൈസ്? ഏത് പാവക്കുട്ടിയാണ്? മൊയിലിൻ്റെ പാവക്കുട്ടിയാണ് കൊടുക്കണ്ടേ. കാരണം നമ്മൾ വായിക്കാൻ പോണ കഥ മൊയിലിൻ്റെയാണ്. ഓക്കേ, അങ്ങനെയാണ് കളി. ഓക്കെ, നമുക്ക് എന്തായാലും ഗൈസ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഗൈസ്, ഞാൻ ഇതായിരുന്നു കളിച്ചത്. ബ്ലാക്ക് കാറ്റ് ഞാൻ കളിച്ചിട്ടുണ്ടായില്ല. അതാണ് എനിക്ക് അതിനകത്ത് ഒന്നുമേ തന്നെ അറിയില്ലായിരുന്നു ഗൈസ്. എങ്ങനെയോ തട്ടി മുട്ടി കളി ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് അത്യാവശ്യം ഞാൻ കളിച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഭാഗമൊക്കെ ഞാൻ കളിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഈ ഭാഗമെല്ലാം ഞാൻ കളിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിനിയിപ്പോൾ എന്തായാലും താഴത്തേക്ക് പോകണം. ഓക്കെ, നമുക്കിനിയിപ്പോൾ ഓക്കെ ഇവിടെ നിന്ന് ടി വി കാണാനാണ് ഗൈസ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ആരാണ്ട് പുറത്ത് വന്നിട്ടുണ്ടല്ലോ. ഇതെന്താണ്, കൊറിയറാ ഗൈസ്? ഇതെന്താണ് സംഭവം? ഒരു കൊറിയർ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഓക്കെ ഇതിവിടെ വെക്കാനാണ് പറയണത്. ഓക്കെ, അതവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കിനി ഇവിടെ ഇരുന്ന് ടി വി കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ നിന്ന് ടി വി കാണാം ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ ലൈക്ക് ചെയ്യുക ഗൈസ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ നൈറ്റ് 3 ആണ് ഗൈസ്. ഓക്കെ, മൂന്നാമത്തെ രാത്രിയാണ്. മിക്കവാറും ഈ മൂന്നാമത്തെ രാത്രി എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഗൈസ്, അത് ഉറപ്പാണ്. ഓക്കെ, നമ്മൾ ബേബിയുടെ അടുത്തേക്ക് പോകാനാണ് ഇവർ പറയുന്നത്. ഓക്കെ, ബേബിയുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ, ബേബി എവിടെ? മിണ്ടാതിരിക്കടാ. ഓക്കെ, നമുക്ക് എന്തായാലും വാതിലടയ്ക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ താഴെ പോകണം ഗൈസ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഓക്കെ ഒരു ചീസ് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് ബ്രെഡ് വയ്ക്കണം. ഇതിനുള്ളിൽ എന്താ ഉള്ളത് നോക്കട്ടെ. ഓക്കെ, ഇതിനുള്ളിൽ ഇതെല്ലാം കൂണാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, കൂണ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഗൈസ് ഇതെന്തിനാണ് ഇത് ഉണ്ടാക്കണേ? ബേബി കിടക്കാനാണോ? എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, എടാ ഗൈസ് ഇത് പൊട്ടിത്തെറിച്ച് ഗൈസ്. അത് ശരി, കളി മാറി ഗൈസ്, കളി മാറി ഗൈസ്. ഇവിടെയൊക്കെ ഫുള്ള് എന്തൊക്കെയോ സംഭവങ്ങളായ ഗൈസ്. ഇതന്നെ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും അറ്റത്തുകൊണ്ട് ബോട്ടിലൊക്കെ വെച്ചാണ് ഗൈസ്. പണിപാളി ഗൈസ്. ഫ്രിഡ്ജിൻ്റെ വാതിലടഞ്ഞ്. ഇതെന്താ ഇങ്ങനെ ഗൈസ്? ഈ വഴി നമുക്ക് പോയി നോക്കാം. ഇതെങ്ങോട്ടാണ് പോണത് എനിക്കറിയില്ല ഗൈസ്. ഇതെല്ലാ വഴി ഒരുപോലെയൊക്കെ ഇരിക്കുന്നു ഗൈസ്. ഇതെന്താണ് സംഭവം? ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് നമ്മൾ. അത് ശരി ഗൈസ്, ഇത് ഭയങ്കര സീനായിരിക്കും. എനിക്ക് എന്തൊക്കെയോ പേടിയാവുന്നുണ്ട് ഗൈസ്, സത്യമായിട്ടും. ഞാൻ പറഞ്ഞില്ലേ മൂന്നാമത്തെ രാത്രി സീനാവും എന്ന് പറഞ്ഞാൽ സീനാവും ഗൈസ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കണേ ഗൈസ്? ഇത് ഏതാണ് വഴി? ഇതെല്ലാ വഴി ഒരുപോലെ ഇരിക്കുന്നു ഗൈസ്. ഇതേതാണ് വഴി ഗൈസ്? അങ്ങോട്ട് പോകുമ്പോൾ ഇരുട്ടാവുകയാണ്. നമുക്ക് എന്തായാലും തിരിച്ചു വരാം ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണ് ഗൈസ് പുറത്തേക്ക് ഇറങ്ങുന്നത്? ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇവിടെ വാതിലുണ്ട് ഗൈസ്. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഇതേ ഇരിക്കണ ഗൈസ് ബേബി. കള്ളപ്പന്നി ഗൈസ്. അവൻ്റെ മുഖമൊക്കെ മാറി ഗൈസ്. ഇവൻ ഒറ്റൊരുത്തൻ കാരണമാണ്. ചിരിക്കല്ലേ നീ, ചിരിക്കല്ലേ, വേണ്ട നീ. ഇവിടെ ഇരിക്കുക, ഞാൻ പോയി ജഡ്ജി എടുത്തിട്ടേ. ഓക്കെ, ബേബി ഗൈസ്. പണിപാളി ഗൈസ്, പണിപാളി ഗൈസ്. ബേബി സീനായി തുടങ്ങി, ഗൈസ്. ബേബി എടാ പോടാ ഗൈസ്. നമ്മളോട് എന്താണ് പറഞ്ഞേക്കുന്നത്? ഓക്കെ, നമ്മളോട് ഗൈസ് ഇതെങ്ങോട്ടാണ് പോണേ ഗൈസ്? നമ്മളോട് പറഞ്ഞേക്കുന്നത് മറ്റേ ബേബിയുടെ വായിൽ വീണ സംഭവമില്ലേ, അതെടുക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഓക്കെ ഗൈസ്, ഞാൻ പേടിക്കില്ല ഗൈസ്, ഞാൻ പേടിക്കില്ല. ഓക്കെ, ഇതാണ് ഗൈസ്. ഓക്കെ, അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ബേബി സീനായി തുടങ്ങി ഗൈസ്, ബേബി സീനായി തുടങ്ങി. എന്നാ പിടിക്കുക ഗൈസ്. തെറിച്ച് പിടിക്കാൻ വാതിലിൻ്റെ മണ്ടയിലൊക്കെ പോയിരിക്കുന്നത് ഗൈസ്. ഓക്കെ, ബേബിയോട് നമ്മളോട് എന്താണ് പറഞ്ഞേക്കണത് ഗൈസ്? ഓക്കെ, പുള്ളീനെ ബെഡിൽ കൊണ്ട് കിടത്താനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. പുള്ളിക്കാരൻ ഉറങ്ങിക്കുകയാണ് ഗൈസ്, ഉറങ്ങിക്കുകയാണ്. പെട്ട് ഗൈസ്. ഇതെന്താണ് ഗൈസ് സംഭവം? ഗൈസ് സത്യമായിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട് ഗൈസ്. ബേബി നമ്മളെക്കാളും വലുതായി ഗൈസ്. ദേ അങ്ങോട്ടേക്ക് ബേബി പോയി ഗൈസ്. സീനായി ഗൈസ്. നമുക്ക് ബേബിനെ എടുക്കാൻ പറ്റും ഗൈസ് നമ്മളോട്. ഓക്കെ, നമ്മളോട് വേറെ എന്താണ് പറഞ്ഞേക്കണേ? നമുക്ക് സ്റ്റോറി അല്ല, ഈ ക്യാറ്റാണോ? അതല്ല ഗൈസ്. ഓക്കെ, ക്യാറ്റല്ല. ഇനിയിപ്പോൾ എന്താണ് ഇവന് വേണ്ടത്?